നമസ്കാരം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് അഹമ്മദാബാദിന്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായും സബർമതി നദീ തീരങ്ങളിലേക്ക്. അവിടെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിലവിൽ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനായ കാലുപൂരിലാണ് ഉള്ളത്. നിങ്ങൾ ഈ ഒരു മുന്നിൽ കാണുന്നതില്ലേ, ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വർക്കാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതൊരു സ്റ്റേഷനാണ്, അതായത് ഈ ഒരു അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റെ ആ ഒരു വർക്കുകളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇവിടുന്ന് മെട്രോ കയറി നമുക്ക് ആ ഒരു ഭാഗങ്ങളിലോട്ട് പോകാം. അഹമ്മദാബാദ് മെട്രോൻ്റെ കോയിൻ ഇതാണ് ടിക്കറ്റ്. നമ്മൾ ഗാന്ധിഗ്രാം ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരാൾക്ക് 10 രൂപയുള്ളൂ ഇവിടുന്ന് ചാർജ്, വളരെ ചീപ്പാണ്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. ഇവിടുന്നാണ് ഇനി ഗാന്ധിഗ്രാം ഭാഗത്തോട്ട് പോകേണ്ടത്. ടുവേഴ്സ് തത്ലേജ് ഗാം ആ ഒരു ഭാഗത്തേക്കുള്ള മെട്രോ ആണ് കയറേണ്ടത്. ഇവിടുന്ന് ഓൾഡ് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടുന്ന് ഇൻ്റർചേഞ്ച് ഉണ്ട്. മെട്രോയിൽ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ സബർമതി റിവർ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിലൂടെയാണ് റോഡൊക്കെ പോകുന്നത്. ഓൾഡ് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിലെത്തിയ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് APMC ആ റൂട്ടിലേക്കാണ്. അതായത് അടുത്ത സ്റ്റേഷൻ തന്നെ ഗാന്ധിഗ്രാം മെട്രോ സ്റ്റേഷൻ, അവിടെയാണ് നമുക്കിനി ഇറങ്ങേണ്ടത്. ഞങ്ങളിപ്പോൾ ഗാന്ധിഗ്രാം മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കാണ്. 1.5 കിലോമീറ്റർ പോകാനുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ ആക്കിയിട്ട് പോകാം. കാരണം ഇപ്പം നല്ല എന്താ പറയുക, ചൂടാന്നല്ല, ഒരു ഉച്ച സമയമാണ്. പിന്നെ അതുപോലെ തന്നെ മെട്രോൻ്റെ പൈസ പറയുകയാണെങ്കിൽ 10 രൂപ ഓൾറെഡി പറഞ്ഞു, വളരെ ചീപ്പാന്ന് പറയാം അഹമ്മദാബാദ് മെട്രോ. ഇവിടുന്ന് ഒരു ഓട്ടോ ആക്കിയിട്ട് പോവാം. 50 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. ആ ഒരു വഴിയാണ് ഇനി പോകാനുള്ളത്. കാരണം ചൂട് ആയതുകൊണ്ടാണ് നടക്കാതെ ഓട്ടോ ആക്കി പോകുന്നത്. അതായത് ചൂടത്ത് സമയത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ക്ഷീണാവും. തീർച്ചയായും നല്ല ചൂടാണ്. ഗാന്ധിഗ്രാം इतना ब्रिज था एलिफेंट, अब इतना बड़ा हो गया. दोनों साइड पर ऐसा बढ़ा दिया. ये नेहरू ब्രിഡ്ജ്. ഇത് നെഹ്റു ബ്രിഡ്ജാണ് ഈ ഒരു ഭാഗത്തേക്ക്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി കാണുമൊന്നുമില്ല, എലിസ് ബ്രിഡ്ജ് എന്ന് പറയും. അതായത് അഹമ്മദാബാദിന്റെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പാലമാണത്. ഇവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾ കണ്ടോ, എത്ര വരി പാതയാണെന്നറിയാം. 1, 2, 3 വരി പാത തന്നെ ഈ സൈഡിൽ, ആ സൈഡിൽ 3, 6 വരി പാതയാണ്. റോഡൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ഇഷ്ടം പോലെ ഓട്ടോകളുള്ളത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമേ ഇല്ല. എവിടെ പോയാലും ഓട്ടോകൾ കിട്ടും. സബർമതി നദിക്ക് കുറുകെയുള്ള അഹമ്മദാബാദിലെ പഴയ ബ്രിഡ്ജാണിത്, ഏലീസ് ബ്രിഡ്ജ്. അത് ഈ ഒരു ഭാഗത്തേക്കാണുള്ളത്. നമുക്കൊരു 800 മീറ്ററും കൂടെ പോകാനുണ്ട്, എത്താനായില്ല. എത്ര ഓട്ടോകളാന്ന് നോക്കിയേ. നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോയിരിക്കുക. ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ ഓട്ടോന് വന്നപ്പോൾ 50 രൂപയായുള്ളൂ. വെറും 50 രൂപ മാത്രം, വലിയ പൈസയൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഒരു റിവർ ഫ്രണ്ട് വ്യൂ ഭാഗത്തേക്ക് നടന്നിട്ട് പോകാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആ കാണുന്ന ഭാഗത്തേക്ക്. ഇവിടത്തേക്ക് ഓട്ടോക്കൊന്നും പ്രവേശനമില്ല. ഈ ഒരു കാണുന്ന വഴി നടന്ന് വരുമ്പം തന്നെ ഇവിടെ വലിയൊരു റോഡ് ഉണ്ടാവും. ഈ ഒരു റോഡ് ഇനിയിപ്പോൾ മുറിച്ച് കിടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മേലെ കൂടെ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അത് ആ ഒരു പാർക്കിംഗ് ഉള്ള ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. നമുക്കത് വേണ്ട, അത് ക്രോസ് ചെയ്യാം, തിരക്കില്ല. അങ്ങ് അവിടെയാണ് നമുക്ക് ആ ഒരു ബ്രിഡ്ജൊക്കെ വരുന്നത്. ഈ ഒരു സ്കൂട്ടർ പോയോടെ നമുക്ക് കിടക്കാം. എന്തൊരു വൃത്തിയാന്നറിയ ഈ ഒരു ഭാഗമൊക്കെ. നിങ്ങൾ തന്നെ നോക്കിയേ. ഇല്ല വാ, അടിപൊളി റോഡ്. ഒരു വേസ്റ്റ് പോലും ഈ ഒരു ഭാഗത്തൊന്നുമില്ല, അത്രയും വൃത്തിയാണ്. ഇനിയിപ്പോൾ ഈ ഗേറ്റ് നമ്പർ 3 കാണുന്നില്ലേ, അതുവഴിയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. റിവർ ഫ്രണ്ട് ഫ്ലവർ പാർക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ടെല്ലാം നമുക്ക് കയറേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് വിൻഡോ, വേ ടു ഗാർഡനൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ്. നമുക്ക് ആദ്യം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം.
ടിക്കറ്റ് കൗണ്ടർ. എന്നിട്ട് നമുക്ക് നേരെ പോകേണ്ടത് ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടത്തോട്ടാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇതാണ്. ഫ്ലവർ പാർക്കും അട്ടൽ ബ്രിഡ്ജും രണ്ടും കൂടി ഉണ്ടെങ്കിൽ 40 രൂപയാണ് ഒരാൾക്കാവുന്നത്. അതുപോലെ തന്നെ അട്ടൽ ബ്രിഡ്ജ് മാത്രമാണെങ്കിൽ 30 രൂപ, ഫ്ലവർ പാർക്ക് മാത്രമാണെങ്കിൽ 20 രൂപ. നമ്മൾ ആ 40 രൂപേൻ്റെ അതാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ, സീനിയർ സിറ്റിസന് 20 രൂപ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. നമുക്ക് ആദ്യം അട്ടൽ ബ്രിഡ്ജ് കയറി കണ്ടതിന് ശേഷം നമുക്ക് അവിടത്തോട്ട് പോവാം. എൻട്രി വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇതാ അട്ടൽ ബ്രിഡ്ജ് എന്നുള്ള ഒരു ബോർഡൊക്കെ ഇതാ, അട്ടൽ ബ്രിഡ്ജ്. ഈ ഒരു വഴിയാണ് ഇനിയിപ്പോൾ എൻട്രി ചെയ്യാനുള്ളത്. ഇവിടെ ഇതിൻ്റെ ഇത് ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇതാണ് അട്ടൽ ബ്രിഡ്ജ്. ഈ കാണുന്ന ഇതാണ് സബർമതി റിവർ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല പാട്ടൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ടോട്ടലി അടിപൊളിയാണ്. അധികം വലിയ രീതിയിലുള്ള വെയിലൊന്നും കൊള്ളുന്നില്ല, കാരണം ഇതിൻ്റെ ഈ ഒരു തൂണുകൾ കാരണം തന്നെയാണ്. നമുക്ക് ആ ഒരു നടുക്കത്തിന് ശേഷം ഈ ഒരു ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കാണുന്ന ആ ഒരു നദീൻ്റെ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടാനുള്ള വേസ്റ്റ് ഡിന്നായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഐസ്ക്രീം പാർലറുകളൊക്കെ ഉണ്ട്. നമുക്ക് ഐസ്ക്രീം അമൂലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് അങ്ങ് അവിടെ. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങ് അതിലൂടെയാണ് ആ റോഡ് പോകുന്ന ആ ഒരു ഇതിലുള്ളത്, കണ്ട ആ ബ്രിഡ്ജ് ഉള്ളത്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. നീല, അങ്ങനെ ഓറഞ്ച്, പച്ച, മഞ്ഞ, അങ്ങനെ ഓരോരോ കളർ തീമിലായിട്ടാണ് ഉള്ളത്. നമുക്കിനിയിപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഏറ്റവും അവസാനം വരെ നടന്നിട്ട് വരാം. അങ്ങ് അവിടെ ക്രൂയിസൊക്കെ ഉണ്ടതാ ആ ഒരു ഭാഗത്ത്. ശരിക്കും ഈ ഒരു ഉച്ച സമയത്ത് നല്ല ഇവിടെ വരേണ്ടത്. ഒന്നെങ്കിൽ അതിരാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരിക, ഈവനിങ് ടൈമിൽ. ഇവിടെയൊക്കെ ഒരു മരത്തിൻ്റെ ഇതാണ്. ഇത് അമൂലിൻ്റെ ഒരു ഷോപ്പാണ്. ഐസ്ക്രീം ആയാലും അമൂലിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഇത് കറക്റ്റ് നടുക്കായിട്ടുള്ളത് ഈ ഒരു ഷോപ്പ്. അതുപോലെ തന്നെ ഇവിടേക്ക് ഇരിക്കേണ്ട സംവിധാനമൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാലം ഏകദേശം ഞങ്ങൾ ഇറങ്ങി കഴിയാനായി. ഈ കാണുന്നത് ലൈറ്റാണ്, കാരണം ഈ ഒരു പാലത്തിൻ്റെ നല്ലൊരു ഭംഗി രാത്രിക്കാണ് ഈ ഒരു പാലം ശരിക്കും പറഞ്ഞാൽ വന്ന് കാണേണ്ടത്. അതുപോലെ ഈ പാലത്ത് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള സംവിധാനമൊക്കെ അങ്ങ് അവിടെ ഉണ്ട്. അങ്ങ് അവിടെ നിന്ന് തുടങ്ങി ഈ ഒരു പാലം ക്രോസ് ചെയ്ത് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഗുജറാത്തിയാണ്. എനിക്ക് ഗുജറാത്തി വായിക്കാൻ അറിയാം. എനിക്ക് മാത്രമല്ല നവീനും ഗുജറാത്തി അറിയില്ല. ഇത് ഹിന്ദി അല്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്നൊക്കെ കാണുന്നൊരു വ്യൂ കണ്ടാ എന്തൊരു ഭംഗിയല്ലേ. അവിടെ ഒരു കൂട്ടം പട്ടികളത്രയും കിടന്നുറങ്ങുന്നുണ്ട്, കാരണം നല്ല തണലല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൂടെ നമുക്ക് ഈ ഒരു റിവറിൻ്റെ ഇതിലൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും. അത് അങ്ങ് അതിലൂടെ നമുക്ക് അതിലൂടെ നടക്കാം, കാരണം അവിടെയാണല്ലോ നമ്മളെ ഗാർഡനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് ഈ വഴി നടന്നിട്ട് പോവാം. ഇതിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ട് പോകാം, കാരണം നടക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. 2 കരകളിലായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ സബർമതി റിവർ ഫ്രണ്ട് ഒരു 13 കിലോമീറ്റർ വരെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ നടക്കാം. അതിന് പുറമെ നമ്മളുണ്ടല്ലോ 2020 സമയത്ത് നമ്മുടെ സ്കൂട്ടറിൽ ജൂപ്പിറ്ററിൽ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര വന്ന സമയത്ത് നമ്മുടെ സ്കൂട്ടർ ഇവിടെയോ അത് എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പം മനസ്സിലാവുന്നില്ല, പാർക്ക് ചെയ്തിട്ട് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നല്ലൊരു വ്യൂ, കെട്ടിടങ്ങളൊക്കെ കാണാം, കാഴ്ചകൾ ഇവിടെ തന്നെ. അതായത് ആ ഒരു ബ്രിഡ്ജിന്റെ ആ ഒരു പകുതിക്ക് നോക്കിയാൽ ആ ഒരു ബിൽഡിംഗ് ഇല്ലേ, അത് രാത്രി വ്യൂ ഒക്കെ അടിപൊളിയാണ്. അട്ടൽ ബ്രിഡ്ജ് എന്നുള്ള ഒരു വലിയൊരു ബോർഡ് ഇവിടെയും ഉണ്ട്. നമ്മളതിനിപ്പോൾ കയറി ആ ഒരു ഭാഗത്തേക്കല്ല പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു താഴെ ഭാഗത്തേക്ക് ഇറങ്ങാം, കാരണം ഇവിടെ ഇറങ്ങിപ്പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ, അവിടത്തോട്ട് ഇറങ്ങാം. ഇതുവഴി നമുക്ക് നടന്നിട്ട് ഈ ഒരു റിവറിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പറ്റും. ഇവിടെ എല്ലാം പ്രാവും കൂട്ടങ്ങളാണ്. നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റില്ല കേട്ടോ, അവിടെ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. താങ്ക് യു ഫോർ വിസിറ്റ് എന്നാണ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു നദീൻ്റെ ഈ ഒരു കാഴ്ചയൊക്കെ കാണാം. ഇവിടുന്ന് വലിയ വ്യൂ ഒന്നുമില്ല, കുറച്ച് പ്രാവും കൂട്ടങ്ങളെ കാണാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് ആ മുകളിലോട്ട് തന്നെ പോവാം. ഞാൻ വിചാരിച്ചു ഇതിലൂടെ ഇറങ്ങി പോകാൻ പറ്റുന്ന വിചാരിച്ചത്, പറ്റില്ല. ഈ ഒരു അടൽ ബ്രിഡ്ജിന്റെ കാഴ്ചകൾ ഞങ്ങൾ വന്നിട്ട് രാത്രിയും പകർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ,
അതാദ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. റിവർ ഫ്രണ്ട് ഫ്ലവർ പാർക്കിന്റെ രാത്രി കാഴ്ചകൾ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലായിടത്തും നല്ല ലൈറ്റുകളാണ് കണ്ടത്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നടക്കുവാണെങ്കിൽ നമ്മുടെ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് അവിടെ മുതലാണ്. ഇവിടെ തന്നെ എല്ലാം നല്ല ലൈറ്റ് കൊണ്ട് നല്ല ഗാർഡനൊക്കെ ആക്കി അടിപൊളിയാണ്. ഒരുപാട് ടീ ഷോപ്പുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സബർമതി നദിക്ക് മുകളിലൂടെയുള്ള ഈ ഒരു അടൽ ബ്രിഡ്ജ് വഴി ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിൽ നടന്നിട്ട് പോവാം. ഇവിടെയും ലൈറ്റിംഗ് ആണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ടോ നിങ്ങള്? ലേസറൊന്നുമില്ല, ഈ ഒരു ടൈപ്പ് ലൈറ്റാണ് എല്ലായിടത്തും. നമ്മൾ ഏകദേശം ഈ ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ താഴെ എത്തി. ഈ ഒരു തൂണുകൾ നിങ്ങൾ കാണുന്നില്ലേ, അതിനെല്ലാത്തിനും ലൈറ്റുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റുകളാണ് ആ മേലോട്ട് കയറുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ രാത്രിക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു തിരക്ക് കാരണം. പകൽ ടൈമിൽ ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടാവില്ല, കാരണം വെയിലുള്ള സമയത്ത് ഇവിടെ ആൾക്കാർ കുറവാകാനാ ചാൻസ്. ഈ ഒരു പാലവും ഈ ഒരു കുറച്ച് ബിൽഡിങ്ങുകൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു വിദേശ രാജ്യത്തെത്തിയ പോലെ ഉണ്ടാവും. കാരണം അതിൻ്റെ ആ ഒരു പ്രതീതിയാണ് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇവർ ഈ ഒരു ഭാഗം. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ ഇനിയും കൂടുതലായിട്ട് വരണം. നിങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാവുന്ന ഉദ്ദേശത്തോടെ വരുവാണെങ്കിൽ നിങ്ങൾ പകൽ ടൈമിൽ വരണ്ട, രാത്രിക്ക് വരുന്നത് ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു ലൈറ്റിൻ്റെ അട്രാക്ഷനൊക്കെ കിട്ടുക രാത്രിക്കാണ്. പകൽ ടൈമിൽ ഈ ഒരു ലൈറ്റൊന്നും ഓണായിട്ടുണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ചൂടും നല്ല രീതിയിലുണ്ട്. അപ്പം രാത്രിക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് മടങ്ങാമല്ലോ. ഈ ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതൽ ഇങ്ങനെ പോയി അങ്ങ് അവിടെ, നിങ്ങളിപ്പോൾ അവിടം വരെ പോയിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം വഴി നടന്നത്. ഇതിൻ്റെ ഇവിടുന്ന് കാണാനും നല്ല രസമാണ്. ആ ഒരു ലൈറ്റൊക്കെ മാറി മാറി വരിക, എന്ത് നല്ല ഭംഗിയല്ലേ. ഈ പാലത്തിൻ്റെ അകത്തേക്ക് കയറാനാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് വരുന്നതിന് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ഇവിടെ നിന്നായാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് പോവാം. എന്തായാലും ഇവിടെ വരുന്ന സ്ഥിതിക്ക് അതിൻ്റെ അകത്തും കയറാതെ പോകുന്നത് നല്ലതല്ലല്ലോ. നല്ല വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കാണുന്നത്. നിങ്ങൾ ആ ഒരു രാത്രി കാഴ്ച കണ്ടില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. കാരണം ഈ പാലം എന്താണെന്ന് മനസ്സിലാവല് ആ രാത്രിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അതിഥികളെ കണ്ടുപിട്ടിരിക്കുകയാണ്. ഒരുപാട് കുരങ്ങുകളുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഏകദേശം 2 ഉണ്ട്. പിന്നെ അവിടെ ഒന്ന്, പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്, അവിടെ 2 ഉണ്ട്. അപ്പോൾ കുരങ്ങുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. അടൽ ബ്രിഡ്ജ് ഞങ്ങൾ അവിടെ കയറി തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരുപാട് കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഈ ഒരു ഭാഗത്ത് ടീ വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടക്കാം. നമുക്ക് അവസാനം ആ ഒരു ഗാർഡൻ്റെ ഭാഗത്തോട്ട് പോവാം. കാരണം ഞങ്ങൾ 2 ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ മുഴുവൻ കാഴ്ചയും കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഇങ്ങനെയാണ് പാലം ഇങ്ങനെ നേരെ താഴോട്ട് ഇറങ്ങുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു പാലം ഉള്ളത് ഒരു ത്രികോണാകൃതിയിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ തന്നെ ആ ഒരു മേലത്തെ അതിൻ്റെ ആ ഒരു റൂഫ് കണ്ടാലും റൂഫൊക്കെ കറക്റ്റായിട്ട് ത്രികോണാകൃതിയിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വന്നു. കാരണം ഇവിടെ നിന്നും കാണുന്നൊരു വ്യൂ എടുക്കണമല്ലോ. കാരണം ഇവിടെ ലോക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവഴി മൊത്തത്തിൽ നടന്നിട്ട് പോകാം. ഇനി ഈ ഒരു പാലത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഏലിസ് ബ്രിഡ്ജിൻ്റെയും സർദാർ ബ്രിഡ്ജിൻ്റെയും ഇടയിലാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു പാലത്തിന്റെ ടോട്ടൽ ചെലവ് 74 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ നീളം വരുന്നത് 300 മീറ്റർ ആണ്. ഇതിന്റെ വീതി പറയുവാണെങ്കിൽ 10 മീറ്റർ മുതൽ 14 മീറ്റർ വരെ. നേരത്തെ പറഞ്ഞു ത്രികോണാകൃതി എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് രാത്രി സമയത്തായിരിക്കും കൂടുതൽ ഭംഗി കിട്ടുക. കാരണം LED ലൈറ്റുകളൊക്കെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പാട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചെറിയ മൈക്കുകളൊക്കെ ഉണ്ട്, ചെറിയ സ്പീക്കറുകളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലത്തിന്റെ പേര് പറഞ്ഞാൽ അടൽ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അടൽ ബിഹാരി വാജ്പേയിൻ്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അടൽ ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക നിർമ്മാണം തുടങ്ങിയത് 2018-ലാണ്.
അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് 2022 ഓഗസ്റ്റ് 27 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനി ഒരു സബർമതി റിവർ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാം. അതായത് ഈ ഒരു തീരത്തേക്കൂടെ നമുക്ക് അങ്ങ് നടക്കാം. അധികം വെയിൽ കൊള്ളുന്നില്ല, ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുവഴി നടക്കാം. ഇതിലൂടെ ഇതാ ഫ്ലൈറ്റ് പോകുന്നതാ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് വരുന്നത്. ഇവിടെ ഒരു കൊക്ക് ഒറ്റയ്ക്ക് നടക്കുക, കൂട്ടിന് വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. മീനെ പിടിക്കാനുള്ളൊരു തന്ത്രമാണിത്. നോക്കി നിൽക്കുക, നല്ല മീൻ വന്നു കഴിഞ്ഞാൽ കൊത്തിയെടുത്ത് പോകാനാ. ഈ ഒരു പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച അതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തെല്ലാം വൃത്തി അത് വീണ്ടും വീണ്ടും എടുത്തു പറയാണ്. ഒരു വേസ്റ്റ് പോലും എവിടെയുമില്ല. നമ്മൾ ആ ഒരു ബ്രിഡ്ജൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണിത്. ഈ ഒരു സബർമതി റിവർ ഫ്രണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ 2005 ഇതിൻ്റെ ഈ ഒരു നിർമ്മാണമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ടോട്ടലി 11.5 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ചെലവ് 1400 കോടി രൂപയാണ്. സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ആ നിർമ്മാണം തുടങ്ങിയത് 2005 ഇതൊക്കെ തുടങ്ങിയത് തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ്. 1ാം ഘട്ടം 2ാം ഘട്ടം അങ്ങനെ. 2005 ഘട്ടം 1 തുടങ്ങിയത്. 2020 രണ്ടാമത്തെ ഘട്ടം തുടങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം, അതായത് സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ഈ ഭാഗമൊക്കെ ഒരു കാലത്ത് ചേരികളായിരുന്നു. ഒരുപാട് ചേരി പ്രദേശം നിറഞ്ഞ അഹമ്മദാബാദിൻ്റെ ഭാഗങ്ങളായിരുന്നു ഇതൊക്കെ ഉണ്ടായത്. ഈ ഒരു സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ആ ഒരു നിർമ്മാണത്തോട് കൂടി ശേഷം ഇവിടുത്തെ ചേരികളെല്ലാം മാറി ഏകദേശം 5000-ലധികം കുടുംബങ്ങളെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് മാറ്റി പാർപ്പിച്ചതെന്ന് പറയാം. പിന്നെ ഈ ഒരു ചേരി ഇവിടുന്ന് മാറിയ ആ ഒരു പുനരധിവാസത്തിനെ കുറിച്ച് ഒരുപാട് കേസൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും വരുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ 11.5 കിലോമീറ്ററാണ് നീണ്ടു നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന് പുറമെ നമ്മൾ വാഹനങ്ങൾ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു സബർമതിൻ്റെ ശരിക്കും ഒരു ഭംഗിയും അതുപോലെ തന്നെ റിവർ ഫ്രണ്ടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ പാർക്കിലേക്കും കൂടെ പോവാം. അതിൻ്റെയും കൂടെ ടിക്കറ്റ് ഉണ്ടല്ലോ. ഇവിടെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോവാം. പലതരം പൂക്കളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ഉച്ച സമയത്ത് നിങ്ങളിവിടെ വരാനായിട്ട് പാടില്ല അല്ലേ നവി? നമ്മൾ മിക്കവാറും നമ്മുടെ സമയമൊക്കെ നോക്കിയിട്ടാണല്ലോ വരുന്നത്. ഉച്ച സമയത്താണ് എത്തിപ്പോയത്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. നല്ല ചൂട്, നല്ല വെയിൽ, ഇവിടെ നോക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ പകുതിയും വാടിപ്പോയിട്ടാണ് ഉള്ളത്. ഈ ഒരു വെയിലല്ല, അത്രയും കഠിനമാണ് ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത്. ഇവിടെ ആക്ടിവിറ്റീസുകളൊന്നുമില്ല അല്ലേ, നമുക്കെല്ലാം നടന്നു പോയി കാണേണ്ടത് മാത്രമേ ഉള്ളൂ. ഷോക്കേസ് ഗാർഡൻ, ലേക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നേരെ ഈ ഒരു വഴിയാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഒരു അപ്പുറത്താണെന്ന് തോന്നുന്നത്. അതും കൂടെ ഇതുവഴി തന്നെ നടന്നിട്ട് പോവാം. ഇവിടെ വേണം നമുക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു തണലല്ലേ അടിപൊളിയാണ്. കാരണം ഈ ഒരു ചൂടത്ത് ഇവിടെ വന്നിരുന്നാൽ കിട്ടുന്നൊരു ആശ്വാസം വേറെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ വ്യൂ ഇവിടുന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു വെയിൽ വഴി നടക്കുമ്പോൾ ഈ ഒരു മരത്തിൻ്റെ അടിയിലെത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു രൂപമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണം. അതുവഴിയാണ്. ഇതിൻ്റെ അകത്തും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയ ഗോപുരമൊക്കെ ഉണ്ടല്ലോ. അതിനെ പറ്റിയിട്ടാണിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഒന്നും ഒരാളും ഇല്ല. നമുക്ക് സുഖസുന്ദരമായിട്ട് നടക്കാം. അതാണ്. ഓരോരോ ഗാർഡൻ ഓരോരോ പേരുണ്ട്. ഇത് കാണാൻ നല്ല രസമില്ലേ? അടിപൊളി, നല്ലൊരു ആർട്ട് വർക്ക്. കളർ ലീഫ് ഗാർഡൻ. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സബർമതി ഇല്ലേ, ഈ ഒരു ഭാഗമൊക്കെ റിച്ചസ്റ്റ് ഏരിയ ആണ്. നല്ല അടിപൊളി ഫ്ലാറ്റുകളും ഇതൊക്കെയാണ്. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. നമ്മളിനിപ്പോൾ ഇവിടെ നേരെ തിരിച്ചിറങ്ങി പോവുകയാണ്. ഞങ്ങൾ അതിലൂടെയൊക്കെ കുറേ നടന്നു. ഇപ്പോൾ ഇതുവഴി തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങാം. വെൽക്കം ടു സബർമതി റിവർ ഫ്രണ്ട്. ഇതാണ് യഥാർത്ഥ സബർമതി. മൊത്തം ലക്ഷറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുക. ഈ ഒരു റോഡിൻ്റെ ഭംഗി കണ്ട, സൈഡിൽ നല്ല ചെടികളൊക്കെ നട്ട് അടിപൊളി, നല്ല മോഡേൺ ആയിട്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. രാത്രിക്ക് പരിപാടിയൊക്കെ നടക്കുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ അടക്കം നല്ല ലൈറ്റിംഗ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ
വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ട വലിയൊരു ബിൽഡിംഗ് ആണിത്. പാർക്കിംഗ് മാത്രം ഇത്. സീബ്ര ക്രോസിംഗ് ഉണ്ട്. ഇവിടെ തന്നെ റോഡ് മുറിച്ച് കിടക്കാം. വണ്ടികളുണ്ട്. അവിടെ നിന്ന് നോക്കണം വണ്ടി വരുന്നുണ്ടോ. വരൂ, വണ്ടികളില്ല. ഇനിയിപ്പോൾ ഈ ഒരു റോഡ് കൂടെ മുറിച്ച് കിടക്കണം. നേരെ പോയാൽ അവിടെ നിന്ന് തന്നെ ഓട്ടോറിക്ഷ കിട്ടും. നമുക്ക് മെട്രോ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോവാം. തിരിച്ചിതാ ഞങ്ങൾ ഓട്ടോ കയറി പോവുകയാണ്. അങ്ങ് അവിടെ ട്രാഫിക് ഉണ്ട്. അതാ ബ്ലോക്കില്ല. ഞങ്ങൾ പെടാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇവിടുത്തെ സിറ്റി സർവീസാ ബസ്. ബ്ലോക്ക് അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഗാന്ധിഗ്രാം മെട്രോ സ്റ്റേഷന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ അഹമ്മദാബാദിൻ്റെ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇറങ്ങിയത്. നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ സബർമതി റിവർ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അട്ടൽ ബ്രിഡ്ജോ കാണാൻ മെട്രോ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗാന്ധിഗ്രാമത്തിൽ തന്നെ ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത്. കാരണം നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇത് തന്നെയാണ്. ഇവിടെ തന്നെ ഓട്ടോ ഉണ്ട്. ഓട്ടോക്ക് 50 രൂപയേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്ക് തന്നെയാണ് പോയി വന്നത്. അതെ, അങ്ങോട്ടേക്ക് വരാൻ കാരണം ഞങ്ങൾ എപ്പോഴും നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഈ പറഞ്ഞ ഉച്ച ആയതുകൊണ്ട് ചൂടും വെയിലും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഓട്ടോ ആക്കി പോയത്. അതെ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബൈ.